ഗൈസ് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെയും പഠിത്തം തുടങ്ങിയാണ്. നമ്മൾ ആദ്യം തന്നെ ബയോളജി തന്നെ എടുത്ത് നോക്കണം. ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് തീർക്കാൻ നോക്കുമെന്ന് ചോദിക്കുകയെന്ന് വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യംസ് മാത്രം ആ ബുക്കിൽ അടിവരയിട്ടിട്ടുണ്ട്. അത് മാത്രം നോക്കി പഠിച്ച് ഓണപ്പരീക്ഷ എക്സാം അടുക്കാറായി. അതുകൊണ്ട് പിന്നെ ബുക്കിലൊക്കെ എഴുതിയിട്ട് വെച്ചൊന്ന് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം ചേച്ചി ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതിന് മുമ്പ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ വരുമല്ലേ, ക്ലാസ് ഓൺലൈൻ ക്ലാസ് ട്യൂഷൻസൊക്കെ വരണോണ്ട് അത് ഒഴിച്ച് പഠിക്കാമല്ലോ. ചിലർ അങ്ങനെ ഇരിക്കും, ചിലപ്പം ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്. ഇപ്പം ഞാനിപ്പം ട്യൂഷൻ മാത്രമേ പോകുന്നുള്ളൂ. എക്സാം ആകുമ്പോഴത്തേക്ക് അവർ ലൈവ് ഇടുമ്പോഴത്തേക്ക് കയറി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പം പിന്നെ എനിക്ക് പാടായിട്ട് തോന്നിയെന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്സും കെമിസ്ട്രി ആയിട്ടാണ് പാടായിട്ട് കൊണ്ടുവന്നത്. പറയുമ്പോൾ 10ലെക്കാട്ടി എൻ്റർലി ഡിഫറൻസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ചെറിയൊരു പാടൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ മാത്സ് ഒന്നും കുഴപ്പമില്ല. മാത്സ് എന്നാലും പഠിച്ച് മനസ്സിലാക്കിയ നേരം നമ്മൾ മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ചാപ്റ്റേഴ്സൊക്കെ. പിന്നെ ബയോളജി കുഴപ്പമില്ല, 10ലെക്കാട്ടിയും ഇത്തിരി സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. പട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പാടെന്ന് പറയുമ്പോഴത്തേക്ക് ബയോളജി ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാഫും അതൊക്കെ ഉള്ളു. ഇനി ഇവിടുത്തെ വീഡിയോ വരുന്നതായിരിക്കും.